എറണാകുളം പാര്യത്തുകാവ് മലയിടം തുരുത്തിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതി മുൻപാകെ നേരത്തെ തന്നെയുള്ള ഹർജിയാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് പരിഗണിക്കുക. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മലയിടം തുരുത്ത് സന്ദർശിക്കുകയും ചെയ്യും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, പിന്നെ ഗുഡ് മോർണിംഗ്. അവർക്ക് അവിടെ ആ ഭൂമിയിൽ ജീവിക്കാൻ അനുവാദം കൊടുത്ത സർക്കാരാണ്, അതിന് കുടിവെള്ള കണക്ഷൻ കൊടുത്ത സർക്കാരാണ്, അതിന് കറണ്ട് കണക്ഷൻ കൊടുത്ത സർക്കാരാണ്, അവർ കാലാകാലങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിപ്പോകാൻ നടക്കത്തില്ല. അപ്പോൾ ഇന്ന് കോടതിയോട് സർക്കാർ അത് പറയുമോ, അത് എങ്ങനെയാവും അതിന്റെ പരിഹാരം എന്നതിലൊരു എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ സർക്കാർ കോടതിക്ക് മുമ്പാകെ വെക്കുമോ വിഷ്ണു? ഹാഷ്മി, അതിസങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഇതിലുണ്ട്. കാരണം ഓൾറെഡി ഒരു കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞു, അവരെ അവിടെ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റി ഈ ഭൂമി അവരുടെ ഭൂമിയുടെ അവകാശികൾക്ക് കൈമാറണം തുടങ്ങിയൊരു ഉത്തരവുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെയാണ് സർക്കാർ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ഒരു ചർച്ച നടന്നിരുന്നു ഈ 7 കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട്. ആ ഘട്ടത്തിലാണ് സർക്കാർ അറിയിച്ചത്, ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകുകയാണ്, കോടതിയെ ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അറിയിക്കും, അവരെ അവിടെ നിന്ന് പുറത്താക്കരുത് അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് നേരത്തെ പരസ്യമായി തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന് വേണ്ടി AG നേരിട്ടാണ് ഹൈക്കോടതിയിൽ ഇന്ന് ഹാജരാകുന്നത്. ഇത് നേരത്തെ ഉള്ളൊരു ഹർജിയാണ്. അതായത് മുൻസിഫ് കോടതി ഉത്തരവ്, അത് ഭൂമിയുടെ അവകാശികളായ കണ്ണങ്ങാട്ട് കുടുംബക്കാരാണ് ഇത്തരത്തിൽ ഈ ഒരു ഹർജി നൽകിയിട്ടുള്ളത്, ഞങ്ങൾക്ക് ആ ഭൂമി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ നേരത്തെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ കോടതി പറഞ്ഞത് അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്നാണ്. അതേ ഹർജി തന്നെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഇതിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടാണ് ഏറെ ശ്രദ്ധേയം. ഹാഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. സർക്കാർ തന്നെയാണ് അവർക്ക് കരണ്ടും മറ്റ് അവകാശങ്ങൾ, ഭൂമിയുടെ ബന്ധപ്പെട്ടുള്ള അവകാശങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അവരെ ഒരു ദിവസം പെട്ടെന്ന് വന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞാൽ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ അറിയിക്കും. ഒപ്പം ഇതിന്റെ നിയമസാധ്യതകൾ എന്തെല്ലാമാണ്, ഇവരെ അവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നിയമസാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ ഇന്ന് ഹൈക്കോടതി അറിയിക്കും. മറ്റൊരു വശത്ത് ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ആകില്ല എന്ന നിലപാടാണ് CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ അധികാരം നഷ്ടമായതിനു ശേഷം CPIM വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഏറ്റെടുത്തൊരു ജനകീയ സമരം എന്ന് ഈ പാര്യത്തുങ്കാവിലെ പ്രതിഷേധത്തെ വിശേഷിപ്പിക്കാം. ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായി കൂടി വിഷയം ചർച്ച ചെയ്യപ്പെടാൻ പോകുകയാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് കോടതി സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഇതിൽ ആ 7 കുടുംബങ്ങളുടെ വിധി നിർണ്ണയിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.